ഹൈ ഫ്രണ്ട്സേ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം നമുക്ക് വയറൊക്കെ ഉണ്ടെങ്കിലുള്ളത്, എനിക്ക് ഇച്ചിരി വയറൊക്കെ ഉള്ളതാണ്. എൻ്റെ ഈ വയറുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തതാണ്. എനിക്ക് എന്തും ചെയ്യാൻ പറ്റും. എൻ്റെ വയറ് എനിക്കൊരു ബുദ്ധിമുട്ടല്ല. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായ വയറാണ്. ഭക്ഷണം കുറച്ച് കൺട്രോളാക്കി 2 ദിവസം കണ്ട ഒരേ ഒരു ദിവസം എനിക്ക് ഭക്ഷണം ഒന്ന് കൺട്രോളാക്കി കഴിഞ്ഞാൽ എൻ്റെ വയറ് പൊക്കോളും. അതെനിക്ക് വിഷയമുള്ളതല്ല. ഈ വയറുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുമില്ല. വേറെ എനിക്ക് യാതൊരു പ്രശ്നമുള്ളതല്ല എൻ്റെ വയറുകൊണ്ട് എനിക്ക്. ഞാൻ ബോഡി ഇച്ചിരി വണ്ണം വെച്ചപ്പം വയറ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ വണ്ണം വെക്കുമ്പോൾ എന്താ വരുന്നത്? വയറാണ് വരുന്നത്, ഇല്ലേ? വയറ് വന്നു, അങ്ങനെ വന്ന വയറാണ്. എനിക്ക് ഈ വയറുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ വയറൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഒരു മാർഗമുണ്ട്. പിന്നെ എൻ്റെ അമ്മയുടെ വീട്ടിലൊരു സെർവൻ്റുണ്ട്. ആ സെർവൻ്റ് 57 വയസ്സുള്ളൂ കേട്ടോ. അവർ പ്രസവിച്ച് 2 കുട്ടികളുള്ളതാണ്. അന്നേരം അവർക്ക് ഇങ്ങനെ വയറിങ്ങനെ സ്കെൽറ്റാണ് ആണെങ്കിൽ അവർക്ക് വയറിങ്ങനെ വീർത്തു വന്നാണ്. അങ്ങനെ അവരിങ്ങനെ അവരോട് ആരാണ്ട് പറഞ്ഞു കൊടുത്തു, ഈ വയർ കുറയാൻ വേണ്ടി ഒരു മാർഗം ചെയ്യാൻ പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ കാന്താരി മുളക് കാന്താരി മുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, പിന്നെ പച്ചമഞ്ഞൾ, ഇതും കൂടി ചേർത്ത് അരയ്ക്കുക. നല്ല അമ്മിക്കല്ലിൽ അരയ്ക്കുക. വെള്ളം തൊടാതെ അരയ്ക്കണം. വെള്ളം തൊടാതെ അരച്ചിട്ട് ഇതിങ്ങനെ ഉരുട്ടിട്ട് നമ്മളുണ്ടല്ലോ രാവിലെ വെറും വയറ്റിലുണ്ടല്ലോ രാവിലെ നമ്മളത് വിഴുങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നറിയാം? നമ്മുടെ വയറങ്ങ് പോകും. വയറ് പിന്നെ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും വയറുണ്ടാകത്തില്ല അവരെന്നോട് പറഞ്ഞൊരു സംഭവമാണ്, നാൻസി ഇങ്ങനെ ചെയ്യുക, അന്നേരം വയറ് പോകുമെന്ന്. ഞാൻ ചെയ്യുന്നില്ല. ഞാൻ കാന്താരി മുളകൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങ് രാവിലെ ഉണ്ടല്ലോ എണ്ണി ചെയ്യുമ്പോൾ അങ്ങ് മടി കൊണ്ട് ചെയ്യാത്തത്. എനിക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ശരിക്കും വയറ് പോകുന്നത് നല്ലതാണല്ലോ. വയറ് കുറയാൻ വേണ്ടിയുള്ളൊരു മാർഗ്ഗമാണ്. എന്നിട്ട് അവർക്കുണ്ടല്ലോ ഇപ്പോൾ വയറൊക്കെ പോയി നല്ല പ്ലെയിൻ പോലെ അങ്ങായേ. എന്നിട്ട് ഇപ്പോൾ എന്ത് ഭക്ഷണം കഴിച്ചാലും വയറ് വരത്തില്ല. അത് കഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വയറുണ്ടാകത്തേ ഇല്ല. അത് എല്ലാ ദിവസവും കുറച്ച് ദിവസം പിന്നെ കണ്ടല്ലോ 2-3 മണിക്കൂറത്തേക്ക് പിന്നെ വെള്ളവും കുടിക്കാൻ പാടില്ല. അത് കഴിക്കുമ്പോൾ നമുക്ക് വയറിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എരിച്ചിലും ഒരു വല്ലാത്തൊരു വയറിനകത്തൊരു എന്തുവാ അതിന് പറയുന്നത്, ഒരാന്തല ഇങ്ങനെ ഒരു വെപ്രാളം വയറിനകത്ത് ഉണ്ടാകത്തില്ലേ? ഈ എരിവുകളൊക്കെയാണല്ലോ ചെല്ലുന്നത്. അന്നേരം അങ്ങനെ ഉണ്ടാകും. അന്നേരം സാരമില്ല. അത് കഴിച്ചിട്ട് വെള്ളം കുടിക്കാതെ 2-3 മണിക്കൂർ ഇരിക്കണം. ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചു കുഴപ്പമില്ല. എല്ലാ ദിവസവും രാവിലെ കഴിക്കണം. അത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നമ്മുടെ നല്ലതായിട്ട് പോയി കിട്ടും. അങ്ങനെ ചെയ്താൽ എൻ്റെ വീട്ടിലെ സെർവൻറ്റിന് സംഭവിച്ചാൽ അങ്ങനെ അതുപോലെ ഫുള്ള് വയറ് പോയി. ഇപ്പം നല്ല സൂപ്പറായിട്ടിരിക്കുക. എന്നോട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പക്ഷേ അതിനായി കാന്താരിമുളക് സത്യം പറഞ്ഞാൽ വാങ്ങിച്ചു വെച്ചത്. പക്ഷേ ഞാൻ കഴിച്ചില്ല. സമയം ഉണ്ടാവത്തില്ല. ചിലപ്പോൾ രാവിലെ എണ്ണീച്ച് കഴിഞ്ഞ് നമുക്ക് പല കാര്യങ്ങളൊക്കെ ആയിട്ട് അരച്ചൊക്കെ എല്ലാം ഒന്നാമത് കൊണ്ടൊരു അമ്മിക്കല്ലിലൊക്കെ അരയ്ക്കണം. അമ്മിക്കല്ലിലെടുക്കണം. അല്ലെങ്കിൽ മിക്സിയിലൊക്കെ അരച്ച് കഴിഞ്ഞാൽ ഉരുണ്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സ്റ്റൈലല്ലേ നമുക്ക് അരച്ച് കിട്ടുന്നത്. അമ്മിക്കല്ലിൽ അരച്ചിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉരുണ്ടെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് വിഴുങ്ങാം. ഇത് ഇച്ചിരി എല്ലാ എരിവും കാര്യങ്ങളൊക്കെ ഉള്ള സാധനമാണ്. ഇച്ചിരി വിഴുങ്ങാനൊക്കെ നമുക്ക് ഇച്ചിരി പാട് വരും. അന്നേരം നമ്മൾ ഇത് എടുത്ത് വിഴുങ്ങിയാൽ മതി. എല്ലാ ദിവസവും രാവിലെ അതിങ്ങനെ ഇതായി കഴിഞ്ഞാൽ നമ്മൾ വയറ് വെക്കോളും. നല്ലതാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യണമെന്നുകൊണ്ടൊക്കെ തന്നെ ഇരിക്കുക. അതിനെ ഞാൻ സത്യം പറഞ്ഞാൽ കാന്താരി മുളകൊക്കെ വാങ്ങിച്ച് വെച്ചത്. അല്ലാതെ എനിക്ക് കാന്താരിയുടെ ആവശ്യമുണ്ടാകും. ഓക്കെ, ഒക്കെ നിങ്ങളൊക്കെ ഇത് ചെയ്ത് നോക്കുക. വയറ് ഉള്ളവർക്ക് വയറ് കുറഞ്ഞു കിട്ടും. ഓക്കെ, ബൈ ബൈ.